നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബേബി ഹോസ്പിറ്റൽ ബാഗ്, ന്യൂമോഡ് ബേബിയുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഒരു 2500 രൂപയ്ക്കുള്ളിൽ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ഇതിൽ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഈ പാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു റേറ്റും കൂടിയിട്ട്, അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 2359 രൂപയാണ് എനിക്ക് ഈ ഒരു വലിയ ബാഗിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡയപ്പർ തന്നെ നമുക്ക് 75 പീസസ് കിട്ടി. അത് 431 രൂപയേ ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു റേറ്റ് ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണത് 2025 ഓഗസ്റ്റിലുള്ളതാണ്. അപ്പം ഞാനിത് ജൂലൈ അവസാനം മുതൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പം ആ ഒരു ടൈമിൽ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏകദേശം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് 2500-നകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ 10 ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഡ്രൈ ഷീറ്റ് 2 139 രൂപയ്ക്കാണ് കിട്ടിയത്. 3 റോംപേഴ്സ് ഉണ്ട്, അത് 350 രൂപയായിട്ടുള്ളൂ. 4 നല്ല വൈറ്റ് കോട്ടൺ ജാബ്ലാസ് ഉണ്ട്, അത് 5 130 രൂപയ്ക്ക് കിട്ടി. അതുപോലെ പ്രിൻറ്റഡ് ജാബ്ലാസ് ഷോർട്ട്സ് ആയിട്ടുള്ളത് 5 ഉള്ളത് 130 രൂപയ്ക്ക് കിട്ടി. പിന്നെ ജംപ് സ്യൂട്ട് ഉണ്ട്, അതായത് കൈയും അതുപോലെ തന്നെ കൈ നീളമുള്ള പാൻറ്റും കൂടിയിട്ടുള്ള ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അത് 6 ഉള്ള സെറ്റിന് 280 രൂപയായിട്ടുള്ളൂ. പിന്നെ വെറ്റ് വൈപ്സ് ഈ ഒരെണ്ണം മാത്രം ഞാൻ മാറ്റി വാങ്ങിക്കാറുണ്ട്. ആമസോണിൽ നിന്നും വാങ്ങിക്കാറുണ്ട്, അതുപോലെ തന്നെ മീഷോയിൽ അവൈലബിൾ ആണ്. അപ്പം ഏതിലാണോ കുറവ് വരുന്നത് അതിൽ നിന്ന് വാങ്ങിക്കും. ഇതിപ്പോൾ 280 റുപ്പീസിന് 6 പാക്കാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് മീഷോയിലായിരിക്കും വില കുറഞ്ഞ് വരിക, അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം വില മാത്രം നോക്കി വാങ്ങിക്കരുത്, നോൺ ആൽക്കഹോൾ ആയിരിക്കണം, വളരെ നല്ല ക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഒരെണ്ണമുണ്ട്, അത് 195 രൂപയായിട്ടുള്ളൂ. ഫീഡിംഗ് പില്ലോ അത് 280 രൂപയായിട്ടുള്ളൂ. റിസീവിംഗ് ബ്ലാങ്കറ്റ് 3 ഒരു പാക്കിന് 144 രൂപ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ വെറ്റ് വൈപ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മീഷോയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡു ചെക്കൗട്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ തുടർന്ന് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ഐറ്റം ന്യൂ ബോൺ ഡയപ്പറാണ്. സോ ഡയപ്പർ നമുക്കൊരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് ഞാൻ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 50 പീസസ് ഉണ്ട്. ഇത് 75 പീസസ് ആയിട്ട് ലൂസ് പാക്സ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. വേറെ കവറാണ് ഇതിൻ്റെ, പക്ഷേ ലൂസ് പാക്കാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡയപ്പറാണിത്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂ ബോൺ സൈസാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളതൊന്നും അല്ല മീഷോയിൽ ഡയപ്പേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള കമ്പനീസിൻ്റെയൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ എനിക്ക് അതും ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. സോ നല്ലൊരു ഓപ്ഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയലിലുള്ള റിസീവിംഗ് ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രത്യേകതരം ഒരു ഫോമി ടെക്സ്ചറുള്ള നല്ലൊരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണിത്. അതുപോലെ തന്നെ നല്ല പ്രിൻ്റാണ്. സാധാരണ ഇങ്ങനെ ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്ന പ്രിൻ്റൊക്കെ നല്ല പ്രിൻ്റാണ് കേട്ടോ. ഇത് പ്രിൻ്റഡ് ആണ് കേട്ടോ, ഇങ്ങനെ എംബോസ് ചെയ്ത് വെച്ചിരിക്കുക. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ 3 കളേഴ്സ് ഒരുമിച്ച് വരുന്നതാണിത്. കണ്ടോ, നല്ലൊരു മെറ്റീരിയലാണിത്. ഇത് 3 കൂടി എനിക്ക് 200 രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ. അപ്പം ഇത് 3 ഞാൻ വെക്കുന്നുണ്ട്. കാരണം റിസീവിംഗ് ബ്ലാങ്കറ്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടൊക്കെ വേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഡേർട്ടായാൽ നമുക്ക് മാറ്റണമല്ലോ. ഇത് 5 ജാബ്ലാസാണ്.
ജാബ്ലാസൊക്കെ നമ്മൾ വൃത്തിയായിട്ട് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 5 ജാബിലേക്കും കൂടി ഇതും 5 എണ്ണത്തിനും കൂടിയിട്ട് നമുക്ക് 130 രൂപയ്ക്കുള്ളിലേ ആയിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. മറ്റേ എന്താണ് സാധാരണ കോട്ടൺ മെറ്റീരിയലിൻ്റെ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ പ്രീമിയം ബേബി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല കണ്ടീഷനിലാണ് കിട്ടിയത്. നല്ല സ്റ്റിച്ചിങ് ആണ്. കണ്ടാൽ മനസ്സിലാകുമല്ലോ. അതിനുശേഷം വന്നത് പ്രിൻറ്റഡ് ജാബ്ലാസ് ആണ് കേട്ടോ. ഈ പ്രിൻറ്റഡ് ജാബ്ലാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും വലിയധികം നാളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് വളരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും നാളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് 3 മാസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം സോഫ്റ്റ് മെറ്റീരിയലാണിത്. ബട്ടൺസാണ്. ബട്ടണൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. സോ അതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള ചെറിയ ഷോർട്ട്സാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ബ്ലൂമറിൻ്റെ ഗുണം ചെയ്യും ഇത്. കാരണം അത്രയ്ക്കുണ്ട്. ഡയപ്പറൊക്കെ ഇടുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. സാധാരണ ഇതിൻ്റെ കൂടെ വരുന്ന ഷോർട്ട്സ് അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളത് വരാറില്ല. സോ നല്ല ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഒന്നിൽ തന്നെ 5 എണ്ണം വരുന്നതാണ് ഇതിൻ്റെ പാക്കറ്റ്. 5 ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പം ഇതും എനിക്കൊരു 150 രൂപയ്ക്കുള്ളിൽ ഇത്ര ഐറ്റംസ് കിട്ടി. പിന്നെ വരുന്നത് കൈ നീളമുള്ള അതുപോലെ തന്നെ പാൻറ്റും കൂടെ വരുന്ന ഇതേപോലത്തെ ടെഡി പ്രിൻസ് ഉള്ള പല കളറുള്ള അത് 6 എണ്ണമാണ് ഒരു ഗ്രൂപ്പ്. ഇതും ഒരു 250 റുപ്പീസിൻ്റെ ഉള്ളിൽ. നമ്മൾ വെളിയിൽ നിന്ന് പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിന് നല്ല എമൗണ്ട് ആവാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. വൃത്തിയാക്കി വെച്ചതാണ്. എന്നാലും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്ത് നല്ല മെറ്റീരിയലാണെന്ന് പറയുന്നത്. നല്ല പ്രീമിയം മെറ്റീരിയലാണ്. കണ്ടോ, ഇത് ഫുൾ സ്ലീവാണ് കേട്ടോ. ഫുൾ സ്ലീവിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റുമാണ്. സോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഒരിക്കലും വെളിയിൽ നിന്നുള്ള കടകളിൽ നിന്ന് കിട്ടില്ല. സോ നല്ല ക്വാളിറ്റി ഉള്ളതാണിത്. അങ്ങനെ ഇത്. അതിന് ശേഷം വരുന്നത് ബേബി വൈപ്സാണ്. എൻ്റെ ഇപ്പം 2 ഇയർ ആവാൻ പോകുന്ന ബേബിക്ക് ഞാൻ ഇത് തന്നെയാണ് ഫ്രം ദ ബർത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. വളരെ നല്ല സ്മെല്ലാണ്. ഇതിൽ അലോവേരയും ചാമോമില്ലിയും ഒക്കെ ഉണ്ട്. വളരെ നല്ല ഒരു ബേബി വെറ്റ് വൈപ്സാണ് കേട്ടോ. ഇത് നമുക്ക് കോംബോ ആയിട്ട് കിട്ടും. ഇതുവരെ യൂസ് ചെയ്തിട്ട് യാതൊരു കംപ്ലയിൻസും ഇല്ല. അവൾ NICUലായിരുന്നു ജനിച്ചതിന് ശേഷം കുറച്ച് നാളെൻ്റെ മോള്. അപ്പം ആ ഒരു സമയത്ത് അവിടുന്ന് തന്നെ അവർ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ ബേബി. അപ്പം ഇതിൻ്റെ ഒരു സ്വീറ്റായിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലാണ് നമുക്ക് ആദ്യമായിട്ട് ബേബീനെ റിസീവ് ചെയ്തപ്പം ഈ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഈ ഒരു വെറ്റ് വൈപ്സിനോട് ഒരു അട്രാക്ഷൻ വന്നത്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഇത് ഒരു പാക്ക് വയ്ക്കുന്നുണ്ട്. ഇത് കോംബോ ആയിട്ട് കിട്ടും നമുക്ക്. ഒരു 6 പീസസൊക്കെ ഇങ്ങനെയുള്ള 6 കവേഴ്സിന് തന്നെ ഏകദേശം വരുന്നത് 250 അല്ലെങ്കിൽ മാക്സിമം 300. പല സൈറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പം അത്രയേ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു. 1 രൂപ പോലും ഒരു വൈപ്പിന് വരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള വൈപ്പുമാണ്. അങ്ങനെ അതൊരു പാക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെളിയിൽ വളരെയധികം കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്ന മറ്റൊന്നാണ് റോംപേഴ്സ്. റോംപേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ച് വരുന്ന വഴിക്കൊക്കെ തിരിച്ച് വരുമ്പോൾ നമുക്ക് ബേബിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണല്ലോ ഈ റോംപേഴ്സ്. അതുപോലെ ബേബീനെയും കൊണ്ട് വെളിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് റാപ്പ് ചെയ്ത് ബേബീനെ ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് റോംപർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നൈസ്. അപ്പം ആ ഒരു ആവശ്യം അതിലേക്കായിട്ട് നമ്മൾ ഇതും മീഷോയിൽ നിന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കിയോ. എത്ര നല്ല ക്വാളിറ്റിയാണെന്നറിയോ. നോക്കൂ, ഇതെല്ലാം നല്ല പ്രസ് ബട്ടൺസൊക്കെയാണ്. അതുപോലെ തന്നെ ഓവർലോക്സ് ഒക്കെ ഉണ്ട്. നല്ല പ്രിൻസുമാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് കേട്ടോ. ഇത് പല സൈസസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാനിപ്പം 0 to 3 months ആയി എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റിച്ചിങ് ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഒരു വിധത്തിലുള്ള കംപ്ലയിൻസും ഉള്ളതല്ല. 3 എണ്ണത്തിന് 3 പാക്കാണിത് കേട്ടോ. 3 എണ്ണമാണ്.
ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ 3 എണ്ണത്തിനും കൂടിയിട്ട് 350 റുപ്പീസിനുള്ളിലേ ആയിട്ടുള്ളൂ. അപ്പോൾ വെളിയിൽ നമ്മളൊരു റോംബർ ഇതുപോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല പ്രിൻസുള്ള റോംബേഴ്സ് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു റോംബറിന് എബവ് 300 ആവാറുണ്ട്. ഇതാ നല്ല പ്രിൻസാണ്, നല്ല ഭംഗിയുള്ള റോംബേഴ്സാണ് കേട്ടോ. ഒരു യാതൊരുവിധ സംശയവും കൂടാതെ സങ്കോചവും കൂടാതെ ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതാ എനിക്ക് യെല്ലോയോടൊരു ഇഷ്ടം തോന്നി. എയ്തർ ബേബി ബോയ് ഓർ ബേബി ഗേൾ നമുക്ക് സ്യൂട്ടാവുന്നൊരു കളറാണല്ലോ യെല്ലോ. പിന്നെയുള്ളത് ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് നമ്മൾ ചെറിയ ന്യൂ ബോൺ സൈസാണ് കേട്ടോ. ഒരു 50 സെൻറ്റിമീറ്ററൊക്കെ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി എനിക്കൊരു ബേബി ഉള്ളത് കൊണ്ട് നമുക്ക് കുഞ്ഞിന് ഉപയോഗിച്ചതും വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണം എന്നുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള ആ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ്. ഇതും 2 എണ്ണം 130 രൂപയ്ക്കുള്ളിൽ കിട്ടിയതാണ്. അപ്പം വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നല്ല ഷീറ്റ് റബ്ബറിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. 2 എണ്ണം ഇങ്ങനെ കോംബോ ആയിട്ടാണ് കിട്ടിയത്. പിന്നെയുള്ളത് ബേബിയുടെ സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേബി ബെഡല്ല, നമ്മൾ ബേബീനെ ഇങ്ങനെ കയ്യിൽ 2 കയ്യിലും കൊണ്ട് നടക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ. ഈ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പോളിസ്റ്റർ മിക്സ്ഡ് ആണ്. നമ്മളെ കോട്ടൺ മെറ്റീരിയലായിട്ട് അങ്ങനത്തെ മെറ്റീരിയലല്ല. നമ്മൾ ബേബി ബെഡിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം. അതിനൊരു തരം ഈ ഉരുണ്ട് വരുന്ന മെറ്റീരിയൽ, ഉരുണ്ട് വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇത് ഉരുണ്ട് വരുന്ന മെറ്റീരിയൽ അല്ല, ഇതിലങ്ങനെ ഉരുണ്ട് വരില്ല. നല്ല ക്വാളിറ്റി, ഒരു തരം തെന്നിപ്പോകുന്ന പോളിസ്റ്റർ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അതുപോലെ അതിൽ ഫൈബർ ഫില്ലിങ്സ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫൈബറാണ്, നല്ല കുഷനിങ് ആണ്. അപ്പം ഇതും എനിക്ക് 200 റുപ്പീസിൻ്റെ ഉള്ളിലാണ് കിട്ടിയത്. വളരെ നല്ല ക്വാളിറ്റിയാണ്, യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല. അങ്ങനെ അപ്പോൾ നമുക്കൊന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ ബേബീനെ നമ്മൾ റിസീവ് ചെയ്ത് ബേബീനെ നമ്മൾ ക്യാരി ചെയ്ത്, ഇപ്പോൾ കാറൊക്കെ ഉപയോഗിക്കുന്നവരാണ്, കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അമ്മേൻ്റെ മടിയിലിത് നന്നായിട്ട് ഇരുന്നോളും. പിന്നെ ഡ്രൈ ഷീറ്റ്, പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയൊരു സാധനം, ഇതാണ് ഫീഡിങ് പില്ലോ. ഇതും ഞാൻ 300 രൂപയ്ക്കുള്ളിലേ ആയിട്ടുള്ളൂ എനിക്കിത്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയാണ്. ഇതാ കണ്ടോ, നല്ല ക്വാളിറ്റിയാണ്. ഗ്രേ കളറാണ്. ഇതാ ഗ്രേ, ഈ വൈറ്റിൽ ഗ്രേ കളർ മൂൺസ് ആൻഡ് സ്റ്റാർസാണ്. നല്ല കുഷനിയാണ്, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു സ്ട്രാപ്പൊക്കെ കാണാം. കണ്ടോ, ഈ സ്ട്രാപ്പ് നമുക്ക് ബാക്കിലേക്ക് നമുക്ക് കെട്ടി വയ്ക്കാം. നമ്മൾ മടിയിൽ വെച്ചിട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് ഇവിടെ ബേബീനെ കിടത്തി ഫീഡ് ചെയ്യാം. വളരെ കംഫർട്ടബിളാണ്. നമ്മൾ ഇരുന്നൊക്കെ രാത്രിയിൽ ന്യൂ ബോൺസിന് പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഫീഡിങ് പില്ലോ. ഞാൻ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ റോംപേഴ്സ് ഇതെല്ലാം പാക്ക് ചെയ്യണം. പിന്നെ നമ്മളുടെ ജാബ്ലയെല്ലാം നമ്മുടെ കൈ നീളമുള്ള ടൈപ്പ് പാൻസൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സെറ്റ്. ഈ സെറ്റൊന്നും ഇത്രയും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, 6 എണ്ണമൊന്നും എടുക്കണ്ട. ഞാനങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കളേർഡ് ജാബ്ലാസ്, കളറുള്ള ജാബ്ലാസിൻ്റെ സെറ്റ്. കളറില്ലാത്ത നമ്മൾ ഫസ്റ്റ് ബേബിക്ക് യൂസ് ചെയ്യുന്നത് എപ്പോഴും വൈറ്റ് ആണല്ലോ. അപ്പോൾ അത് വൈറ്റ് ഞാൻ എടുത്തില്ല, ഓപ്പൺ ചെയ്തില്ല. ഓക്കെ, അപ്പം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ റിസീവിങ് ബ്ലാങ്കറ്റ്സ്, ഇതെല്ലാം നല്ല ക്വാളിറ്റിയാണ്. കളേർഡ് ജാബ്ലയുടെ അതുപോലെ തന്നെ
ഡയപ്പേഴ്സ്. ഇത് മീഡിയം അല്ല, എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെയാണ്. ഈ കവറിലേക്ക് ഞാൻ എടുത്തുന്നുള്ളൂ. ബാക്കി 75 ആയിട്ട് വന്നതാണ്, 75 പീസസ് ആയിട്ട് കിട്ടിയതാണ് എനിക്ക് സ്മോൾ സൈസ് ഡയപ്പർ ഫ്രം മീഷോ. അപ്പം ആ 75 ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇതിൽ ഏകദേശം ഒരു 50 എണ്ണം കാണും. അപ്പം അത്രയും മതി. ബാക്കി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വെറ്റ് വൈപ്സ്. പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനം. ഇത് നമുക്ക് വീട്ടിൽ വന്ന ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസീവിങ് ബ്ലാങ്കറ്റ് ഉണ്ട്, അതുപോലെ ഒരു ബ്ലൂമറുണ്ട്. പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, സ്ലീവ് വെയർ ആണ്. ഇപ്പോഴിതിന് 600 മേലെ മറ്റോ ആയി. പക്ഷേ ഇപ്പം ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിങ്ങനെ സെറ്റായിട്ട് വന്ന ഏകദേശം എനിക്ക് 300 റുപ്പീസൊക്കെ ആയുള്ളൂ. പിന്നെ കുറച്ച് ഫേസ് ടവൽസ് ഞാൻ യൂസ് ചെയ്യാത്തതുണ്ട് എൻ്റെ കയ്യിൽ. അത് നമുക്ക് ഫീഡ് ചെയ്തതിനൊക്കെ ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊന്നും വലിയ വിലയുള്ളതല്ല. പിന്നെ ഒരു ബ്ലൂമറുണ്ട്. പിന്നെ കുറച്ചധികം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റ്സ്, അതുപോലെ മൈക്രോ ഫൈബറിൻ്റെ 2 ടവൽസ്, പിന്നെ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ഇതും കൂടി നമുക്ക് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ വീട്ടിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. ഇത്രയും സാധനങ്ങളാണ് ബേബി ഹോസ്പിറ്റൽ ബാഗിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് മദേഴ്സിൻ്റെ ഹോസ്പിറ്റൽ ബാഗ്സിൻ്റെ അതിലെന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് മിനിമലായിട്ട് വേണ്ടിയെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ബാഗിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2500 രൂപയ്ക്ക് ഉള്ളിലേ ആകുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, വാങ്ങിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, പറഞ്ഞു തരാം. പിന്നെ ന്യൂ മോംസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒക്കെ കാണുക, നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ ഭാഗമാവുക. ഓക്കെ, താങ്ക്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.